ഈ അണ്ണൻ അവർക്ക് മറുപടി കൊടുത്തത് നിങ്ങൾ കണ്ടോ? കണ്ടിട്ട് പോയാൽ മതി, നില്ലേ. വിഷയത്തെ ശ്രദ്ധപ്പെട്ടപ്പോൾ തന്നെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. ഈ വിഷയന്റെ ശ്രദ്ധപ്പെട്ടപ്പോൾ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് ഏതായാലും മലയാളത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. നാറ്റിച്ചില്ല, കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞു. വെയിറ്റ് കണ്ടോണം. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കൊടുത്താൽ മതി. അണ്ണൻ ഇനി അന്വേഷണ റിപ്പോർട്ട് വാങ്ങിക്കാറൊന്നും നിൽക്കണ്ട. മലയാളത്തിലാണെങ്കിലും തെറ്റും. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് വിളിച്ചിട്ടുള്ളത്. ട്രിവാൻഡ്രം ജില്ലയിൽ എന്തോന്ന് ജില്ല? ട്രിവാൻഡ്രം ജില്ലയിൽ ദസ്കുമ്മൽ താണ്ഡവ പെരുമാളെ. ട്രിവാൻഡ്രം സ്വന്തം ജില്ല പോലും നാവളച്ച് കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞുകൂടെങ്കിൽ ദൈവമേ, കേരളത്തെ മുഴുവൻ ഇങ്ങനെ നാറ്റിക്കുമല്ലോ. ട്രിവാൻഡ്രം ജില്ലയിൽ ട്രിവാൻഡ്രം, തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പൊട്ടെ തിരുവനന്തപുരം എന്നെങ്കിലും പറ. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട ആളല്ലേ? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്ന നിലപാടിന്റെ ഉറപ്പൊക്കെ ഇപ്പൊ വന്നവർക്ക് മനസ്സിലായി കാണും. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇതിനപ്പുറം എന്ത് ഉറപ്പ് കിട്ടാൻ? പോക്സോ കേസിൽ പോക്സോ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങളും മറ്റുള്ള ചൂഷണങ്ങളും ഒക്കെ തടയാൻ വേണ്ടി ഇതൊക്കെ ആരോട് പറയാൻ? ലൈംഗികാതിക്രമം എന്താന്ന് വേണ്ട വേണ്ട വേണ്ട. പോക്സോ കേറിയിരുന്ന് വാരി തിന്നുന്ന വകുപ്പ് വിദ്യാഭ്യാസം. കുട്ടികൾക്ക് മാതൃക ആവാൻ വേണ്ടി പാടില്ലല്ലോ. കുട്ടികൾക്ക് മാതൃകയാകാൻ പാടില്ല. ഇറങ്ങിപ്പോ, മാതൃകയാകാതെ ഇറങ്ങിപ്പോ. കുട്ടികൾക്ക് ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളെ ആയിരിക്കണമല്ലോ പ്രസന്റ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളു കാര്യം. ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളെയാണല്ലോ കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യേണ്ടത്. That is not decided. But 15 ആൾക്കാരെ പിരിച്ചു വിട്ടുമെന്ന് പറഞ്ഞല്ലേ? 12. No, teachers and non-teachers staff. അവർക്ക് നിലവാരം മനസ്സിലായതുകൊണ്ട് അവര് മലയാളത്തിലാണ് ചോദിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ പോരെ. മലയാളത്തിലെ മുട്ടേ കിടന്ന് എഴുതിയല്ലേ, പിന്നെ ഇംഗ്ലീഷ് ചാടി കയറി പിടിക്കേണ്ട കാര്യമുണ്ടോ? Any action against the principal? മതിയായല്ലോ, തികഞ്ഞല്ലോ. പറഞ്ഞോട് പറ. Any action against the principal? Which principal? ഏത് പ്രിൻസിപ്പാളെന്നോ മറന്നതല്ലേ, ഓർമ്മപ്പെടുത്തി തരാം. പണ്ട് മേശ കിടന്ന് താണ്ടുവാടുന്ന സമയത്ത് നടു ഒന്ന് ഉളുക്കി പിടിച്ചായിരുന്നല്ലോ. ബോധം കെട്ട് വീഡിയോ ഒക്കെ ചെയ്തില്ലേ? 5-6 ദിവസം ആശുപത്രി ചെന്ന് കിടന്നപ്പോൾ തൊട്ടടുത്ത വെട്ടി കിടന്ന ചെറുക്കനെ ഓർമ്മയില്ലേ? പ്രിൻസിപ്പാൾ അല്ലേ, അവന്റെ പേരാ പ്രിൻസിപ്പാൾ, മറന്നതല്ലേ? അവന്റെ കാര്യമാണ് ഇപ്പൊ നാഷണൽ മീഡിയ ഒന്ന് ചോദിച്ചത്. പറഞ്ഞുകൊള്ളു. No, teachers and non-teachers staff. No, yes. മര്യാദയ്ക്ക് മലയാളത്തിൽ ഇഴഞ്ഞും വലിഞ്ഞൊക്കെ അങ്ങ് മിണ്ടി പോയാൽ പോരായിരുന്നു. തലവേദന എടുക്കുന്നു.